തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം. സോളമന്റെ ജ്ഞാനം. സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു. തൻ്റെ കൊട്ടാരവും കർത്താവിൻ്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണിതു തീരുന്നതുവരെ സോളമൻ അവളെ ദാവീദിന്റെ നഗരത്തിൽ പാർപ്പിച്ചു. കർത്താവിന് ഒരാലയം അതുവരെ നിർമ്മിച്ചിരുന്നില്ല. ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോന്നത്. സോളമൻ തൻ്റെ പിതാവായ ദാവീദിന്റെ അനുശാസനങ്ങൾ അനുസ്മരിച്ചു. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു. എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു ധൂപാർച്ചന നടത്തി. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബനോയിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചു രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് അരുൾ ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിന് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്തേക്ക് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യരായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്കു ഞാൻ ദീർഘായുസ്സ് നൽകും. സോളമൻ നിദ്രയിൽ നിന്നുണർന്നു. അത് ദർശനമായിരുന്നു എന്ന് അവനു മനസ്സിലായി. അവൻ ജെറുസലേമിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ വന്ന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. പിന്നെ തൻ്റെ സേവകന്മാർക്ക് അവൻ വിരുന്ന് നൽകി. ഒരു ദിവസം 2 വേശ്യകൾ രാജസന്നിധിയിൽ വന്നു. ഒരുവൾ പറഞ്ഞു, യജമാനനെ, ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു. ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല.
രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി. കുട്ടി മരിച്ചുപോയി. അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇവൾ എൻ്റെ മകനെ എടുത്തു തൻ്റെ മാറിടത്തിൽ കിടത്തി, മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിലും കിടത്തി. ഞാൻ രാവിലെ കുഞ്ഞിന് മുല കൊടുക്കാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി. മറ്റവൾ പറഞ്ഞു, അങ്ങനെയല്ല, ജീവനുള്ള കുട്ടി എൻ്റേതാണ്, മരിച്ച കുട്ടി നിന്റേത്. ആദ്യത്തെ സ്ത്രീ എതിർത്തു, അല്ല, മരിച്ച കുട്ടിയാണ് നിന്റേത്, എൻ്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു, നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളും, നിന്റെ കുട്ടി മരിച്ചുപോയി എൻ്റേതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു. ഒരു വാൾ കൊണ്ടുവരിക, രാജാവ് കൽപ്പിച്ചു. സേവകൻ വാൾ കൊണ്ടുവന്നു. രാജാവ് വീണ്ടും കൽപ്പിച്ചു, ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇവർക്ക് കൊടുക്കുക. ഉടനെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നീറി പറഞ്ഞു, യജമാനനെ, കുട്ടിയെ കൊല്ലരുത്, അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. എന്നാൽ മറ്റവൾ പറഞ്ഞു, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അവനെ വിഭജിക്കുക. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക. ശിശുവിനെ കൊല്ലേണ്ടതില്ല, അവളാണ് അതിൻ്റെ അമ്മ. ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭക്തിയുള്ളവരായി തീർന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം. ഭരണ സംവിധാനം. സോളമൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു. അവൻ്റെ പ്രധാന സേവകന്മാർ സദോക്കിൻ്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷിയായുടെ പുത്രന്മാരായ ഏലിഹോറേഫും അഹിയായും കാര്യവിചാരകന്മാരും ആയിരുന്നു. അഹിലൂദിന്റെ പുത്രൻ യഹോഷാഫാത്ത് നടപടി എഴുത്തുകാരനും യഹോദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സദോക്കും അബിധാനാറും പുരോഹിതന്മാരുമായിരുന്നു. നാഥാന്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബൂദ് പുരോഹിതനും രാജാവിന്റെ തോഴനുമായിരുന്നു. അഹിഷാർ ആയിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ. അടിമകളുടെ മേൽനോട്ട അബ്ദായുടെ പുത്രൻ അദോണിറാമിനായിരുന്നു. രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ 12 പേർ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ എഫ്രായിം മലനാട്ടിൽ ബർഹൂദ്, മക്കാസ്, ഷാൽഹീം, ബെത്ഷേമേഷ്, ഏലോൺ, ബെത്ഹനാൻ എന്നീ പ്രദേശങ്ങളിൽ, ബെൻദേക്കർ, അരുബോത്തിൽ, ബെൻഹേദേസ്, സൊക്കോയും ഹേഫർ പ്രദേശവും ഇവന്റെ അധീനതയിൽ ആയിരുന്നു. നഫാത്ത് ദോറിൽ ബെൻ അഫിനാദ്, സോളമന്റെ പുത്രി തഫാത്ത് ഇവന്റെ ഭാര്യയായിരുന്നു. തനാക്ക്, മെഗിദ്ദോ എന്നീ നഗരങ്ങളിലും സാരേധാനു സമീപം ജസ്രേലിന് താഴെ ബത്ഷേയ മുതൽ ആബേൽ മെഹോലായും യോക്യാമിന്റെ അപ്പുറം വരെ ബത്ഷേയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിന്റെ മകൻ ബാന, ഗിലെയാദിലെ റമോത്തിൽ ബെൻ ഗേബൽ, മാനസസയുടെ മകൻ ജായീരിന് ഗിലിയാദിലുള്ള ഗ്രാമങ്ങളിലും മതിലുകളിലും പിച്ചള ഓടാമ്പലോട് കൂടിയ വാതിലുകളോടുമുള്ള 60 പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവന്റെ അധീനതയിൽ ആയിരുന്നു. മഹയാനീമിൽ ഇദ്ദോയുടെ മകൻ അബിനാദാബ്
നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമന്റെ പുത്രി ബസ്മാത്ത് ഇവന്റെ ഭാര്യയായിരുന്നു. ആഷേറിലും ബയത്തോത്തിലും ഹൂഷായിയുടെ മകൻ ബാന. ഇസ്സാക്കറിൽ പരുവായുടെ മകൻ യഹോഷാഫാത്ത്. ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമെയി. അമോന്യ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലിയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബേർ. കൂടാതെ യൂദയായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു. യൂദയായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീയരുടെ നാടും ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അവന്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. സോളമന്റെ അനുദിന ചിലവ് 30 കോർ നേർത്ത മാവും 60 കോർ സാധാരണ മാവും, കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാളകൾ, 20 കാലികൾ, 100 മുട്ടാടുകൾ ഇവയുമായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിബ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ അധീനതയിലായിരുന്നു. യൂഫ്രട്ടീസിനു പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവനു കീഴ്പ്പെട്ടിരുന്നു. അയൽ നാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു. സോളമന്റെ കാലം മുതൽ ദാൻ മുതൽ ബെർഷേബ വരെ യൂദയായിലും ഇസ്രായേലിലും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്തു സുരക്ഷിതരായി ജീവിച്ചു. സോളമന് 12,000 കുതിരപ്പടയാളികളും തേർക്കുതിരകൾക്കായി 40,000 പന്തികളും ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമന്റെ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഒരു കുറവും വരുത്തിയില്ല. അവർ കുതിരകൾക്ക്, വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യ ദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം. എസ്രാഹിനായ ഏഥാൻ, മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൾ, ദാർദ തുടങ്ങി എല്ലാവരെയുംകാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം. സോളമനെ പിതാവിന്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കേട്ട് ടൈർ രാജാവായ ഹീരാം അവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. ഹീരാം എന്നും ദാവീദുമായി മൈത്രിയിലായിരുന്നു. സോളമൻ ഹീരാമിന് ഒരു സന്ദേശം അയച്ചു. എൻ്റെ പിതാവായ ദാവീദിനു തൻ്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്നു നിനക്കറിയാമല്ലോ. ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവന് കീഴ്പ്പെടുത്തുന്നതുവരെ അവന് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല.
എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്: നിനക്ക് പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ മകൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. അതനുസരിച്ച് എൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മുറിക്കാൻ ആജ്ഞ നൽകിയാലും എൻ്റെ ജോലിക്കാരും നിന്റെ ജോലിക്കാരോടും കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം. സീദോന്യരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. സോളമന്റെ വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു: ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു: നിന്റെ സന്ദേശം കിട്ടി. ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം. എൻ്റെ ജോലിക്കാർ ലെബനോനിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും. പിന്നീട് ചങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം. കരയ്ക്കെടുക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം. എൻ്റെ കുടുംബത്തിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമന് ആവശ്യമായ ദേവദാരുവും സരളമരവും ഹീരാം നൽകി. ഹീരാമിൻ്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത 20,000 കോർ എണ്ണയും കൊടുത്തു. ആണ്ടുതോറും ഹീരാമിന് ഇവ കൊടുത്തുകൊണ്ടിരുന്നു. കർത്താവ് വാഗ്ദാനപ്രകാരം സോളമന് ജ്ഞാനം നൽകി. ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. സോളമൻ രാജാവ് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അടിമവേലയ്ക്ക് ആളെ എടുത്തു. 30,000 പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാസം തോറും 10,000 പേരെ വീതം ലെബനോനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവർ 1 മാസം ലെബനോനിലാണെങ്കിൽ 2 മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും. അദോണീറാമിനായിരുന്നു ഇവരുടെ മേൽനോട്ടം. ചുമടെടുക്കാൻ 70,000-വും മലയിൽ കല്ലുവെട്ടാൻ 80,000-വും ആളുകൾ ഉണ്ടായിരുന്നു. ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന 3,300 ആളുകൾക്ക് പുറമേ ആയിരുന്നു ഇവർ. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ ദേവാലയത്തിൻ്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്നു ചെത്തി ശരിപ്പെടുത്തി. സോളമന്റെയും ഹീരാമിൻ്റെയും ശില്പികളും ഗെബാൽക്കാരും ചേർന്ന് അവ ചെത്തിമിനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 6-ാം അധ്യായം. ദേവാലയ നിർമ്മാണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും മോചിതരായതിൻ്റെ 180-ാം വർഷം, അതായത് സോളമന്റെ 4-ാം ഭരണവർഷം 2-ാമത്തെ മാസമായ സിവിൽ അവർ ദേവാലയത്തിൽ പണി ആരംഭിച്ചു. സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ മുകൾ ഭാഗത്ത് 10 മുഴം ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം 20 മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു. ശ്രീകോവിലടക്കം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു. താഴത്തെ നിലയ്ക്ക് 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മുകളിലത്തേന് 7 മുഴവും വീതിയുണ്ടായിരുന്നു. തുലങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കടക്കാതിരിക്കാൻ ആലയത്തിനു പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു.
നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴുവിൻ്റെയോ ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല. താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിന്റെ തെക്കുവശത്തായിരുന്നു. ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്നും മൂന്നാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ ദേവാലയം പണി തീർത്തു. ദേവദാരുവിന്റെ പലകയും തുലങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത്. തട്ടുകൾ പണിയിച്ചത് ആലയത്തിന് ചുറ്റും 5 മുഴം ഉയരത്തിലാണ്. ദേവദാരു തടി കൊണ്ട് അവ ആലയങ്ങളും ബന്ധിപ്പിച്ചു. ആലയവുമായി ബന്ധിപ്പിച്ചു. സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരള മരപ്പലകകളും നിരത്തി. ദേവാലയത്തിന്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലകകൾ കൊണ്ട് ആലയത്തിന്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ, കല്ല്, തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. അതിന് 20 മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു. അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു. ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിന്റെ മുകൾ വശത്തു കുറുകെ സ്വർണ്ണച്ചങ്ങലകൾ ബന്ധിച്ചു. അവിടം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. 10 മുഴം ഉയരമുള്ള 2 കെബൂരുകളെ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. കെബൂരുവിന്റെ ചിറകുകൾക്കും 5 മുഴം നീളമുണ്ടായിരുന്നു. ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ ആകെ 10 മുഴം. രണ്ടാമത്തെ കെബൂരിനും 10 മുഴം. 2 കെബൂരുക്കളുടെയും വലിപ്പവും രൂപവും ഒന്നുപോലെ തന്നെ. ഒരു കെരൂബിന്റെ ഉയരം 10 മുഴം, മറ്റേതും അങ്ങനെ തന്നെ. സോളമൻ കെബൂരുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ഒരു കെരൂബിന്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെബൂരുവിന്റെ ചിറക് മറുചുമരിലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത്. മറ്റ് 2 ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു. അവൻ കെരൂബുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു. അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു. ശ്രീകോവിലിന്റെ കതകുകൾ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ചു. മേൽപ്പടിയും കട്ടിള കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി. ഒലിവ് തടിയിൽ തീർത്ത 2 കതവുകളിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി. എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലിവ് തടി കൊണ്ട് ചതുരത്തിൽ കട്ടളയുണ്ടാക്കി.
അതിൻ്റെ കതകും 2 സരളമരം കൊണ്ട് നിർമ്മിച്ചു. ഓരോന്നിനും 2 മുഴം പാളിയുണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബുകളും ഇന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചു. അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തെ അങ്കണം ചെത്തിമിനുക്കിയ 3 നിര കല്ലും 1 നിര ദേവദാരുത്തടിയും കൊണ്ട് നിർമ്മിച്ചു. 4-ാം വർഷം സീവ് മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത്. 11-ാം വർഷം 8-ാം മാസം, അതായത് പൂൽ മാസം, ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധ പൂർത്തിയായി. അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് 7 വർഷം വേണ്ടിവന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി.